ഹായ്, വെൽക്കം ടു ഐഷൂസ് ഡയറി. ഇന്ന് ഉണ്ണീൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ ബർത്ത്ഡേ വ്ളോഗിലേക്ക് പോകാം. എല്ലാവരും വരുന്നതെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഉണ്ണിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ഓണത്തിൻ്റെ അന്ന് തന്നെയാണ് ഉണ്ണീൻ്റെ ബർത്ത്ഡേ വന്നിട്ടുണ്ടായിരുന്നത്. ഇതാണ് കേട്ടോ ഞങ്ങളുടെ പൂക്കളം. രാവിലെ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. ഈ കണ്ട റിലാക്സേഷനൊന്നും അപ്പം ഉണ്ടായിരുന്നില്ല. ഓണമായതുകൊണ്ട് തന്നെ നമുക്ക് പൂക്കളം ഇടാനുണ്ട്. പിന്നെ ഏട്ടൻ്റെ ഫ്രണ്ട്സ് വരുന്നത് കാരണം നമുക്ക് ഒരുപാട് സദ്യ കാര്യങ്ങളൊക്കെ ഒരുക്കാനുണ്ടായിരുന്നു. അങ്ങനെ സദ്യവട്ടങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഈവനിങ് ആണ് കേട്ടോ ബർത്ത്ഡേ പാർട്ടി വെച്ചിട്ടുണ്ടായിരുന്നത്. ബർത്ത്ഡേ പാർട്ടിക്ക് നമ്മൾ പുറത്തുനിന്ന് ഫുഡ് വാങ്ങിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഒരു 6 മണി 6:30 ആയപ്പോൾ ഏട്ടൻ കുറച്ച് ബലൂണുകൾ കൊണ്ടു തന്നു കേട്ടോ. നമുക്ക് ഡെക്കറേഷന് വേണ്ടിയിട്ട് അത് വീർപ്പിക്കലായിരുന്നു മെയിൻ പരിപാടി. സത്യം പറഞ്ഞാൽ ഒരു സന്തോഷം കൂടിയുണ്ട്. ഇതുവരെ എനിക്ക് ബലൂൺ വീർപ്പിച്ചിട്ട് ഒറ്റൊന്നും പോലും വീർക്കാറുണ്ടായിരുന്നില്ല. ആദ്യമായിട്ടാണ് ഞാൻ ബലൂൺ വീർപ്പിച്ചപ്പോൾ വീർത്തത്. അതിൻ്റെ ഒരു സന്തോഷം എനിക്കുണ്ട് കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഏട്ടൻ പറയുന്ന ബലൂൺ വീർപ്പിക്കാനുള്ള സാധനം കൂടി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ആ കവറിൽ. പക്ഷേ അത് ഞങ്ങളാരും കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ വായോണ്ട് ഊതി വീർപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ ഗസ്റ്റൊക്കെ എത്തി തുടങ്ങി കേട്ടോ. ഒരുപാട് വലിയ പരിപാടിയൊന്നും ആയിരുന്നില്ല, വളരെ ചെറിയൊരു പരിപാടിയായിരുന്നു. ഞങ്ങളെ വീട്ടിൽ നിന്ന് ഉള്ള ആൾക്കാർ മാത്രമായിരുന്നു കേട്ടോ പങ്കെടുത്തിട്ടുണ്ടായിരുന്നത്. എൻ്റെ വീട്ടിൽ നിന്ന്, എൻ്റെ അനിയത്തീൻ്റെ വീട്ടിൽ, അങ്ങനെ വലിയച്ഛൻ്റെ വീട്ടിൽ, ഇങ്ങനെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ പരിപാടിക്ക്. അങ്ങനെ എല്ലാവരും കൂടി കേട്ടോ ഈ ബലൂൺ വീർപ്പിക്കൽ. അങ്ങനെ ഒരു കുറച്ച് ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ണിക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫൈനലി അങ്ങനെ ഞങ്ങൾ ബർത്ത്ഡേ പാർട്ടി സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. പിക്കാച്ചോൻ്റെ ഡിസൈനുള്ള കേക്കാണ് കേട്ടോ ഉണ്ണിക്ക് വേണ്ടി വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അവന് പിക്കാച്ചോന് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെയാണ് ഞങ്ങൾ പിക്കാച്ചോ കേക്ക് എടുക്കാമെന്നുള്ളൊരു തീരുമാനത്തിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. കേക്ക് മുറിക്കാനൊക്കെ ആൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. പക്ഷേ എല്ലാവരും കൂടി ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു ഇങ്ങനെ പാടിയപ്പോഴേക്കും അവൻ്റെ കാര്യം തീർന്നു. അവൻ ആകെ പേടിച്ച് പിന്നെ ഒട്ടും നിലത്ത് നിന്നില്ല കേട്ടോ. അങ്ങനെ ഒക്കെ തിരുത്തിയാണ് ഞങ്ങൾ ഈ കേക്ക് കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തത്. ഇന്ന് ശരിക്കും അവൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ, ബർത്ത് സ്റ്റാർ ആയിരുന്നില്ല. അപ്പോൾ ഓണായതിനാൽ ഞങ്ങൾ വിചാരിച്ചു 2 ഫംഗ്ഷനും കൂടി ഒറ്റ ദിവസത്തേക്ക് മാറ്റാമെന്ന്. അങ്ങനെയാണ് ഞങ്ങൾ ബർത്ത്ഡേ കഴിക്കാമെന്ന് വിചാരിക്കുന്നത് കേട്ടോ. അങ്ങനെ കേക്കൊക്കെ കിട്ടിയപ്പോൾ ആൾ ഭയങ്കര ഹാപ്പി ആയിട്ടോ. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ രണ്ടാമത്തെ ബർത്ത്ഡേ നമ്മൾ എന്തായാലും നടത്തണം. കാരണം എന്ന് വെച്ചാൽ അവർക്ക് കുറച്ച് അറിവ് കാര്യങ്ങളൊക്കെ ആയി വരുന്നൊരു സമയമാണ് ഈ സെക്കൻഡ് ബർത്ത്ഡേൻ്റെ ടൈം എന്ന് പറയുന്നത്. അത് നമ്മൾ മിസ് ചെയ്യരുത്. ഇങ്ങനത്തെ അവസരങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് കഴിയുന്ന രീതിയിൽ നമ്മളത് ബ്യൂട്ടിഫുൾ ആക്കാൻ നോക്കുക. നമുക്ക് പറ്റുന്ന രീതിയിൽ മതി. ഒരുപാട് ആർഭാടവും കാര്യങ്ങളും ഒന്നും വേണമെന്ന് ഞാൻ പറയുന്നില്ല. നമ്മൾ പറ്റുന്ന രീതിയിൽ നമ്മളിങ്ങനെ എന്തെങ്കിലും ചെറിയ രീതിയിൽ ഒരു കേക്ക് കട്ടിങ് ആയാലും അങ്ങനെ എന്തെങ്കിലും ഒരു രീതിയിൽ നമ്മളത് ആഘോഷിക്കണം. കാരണം നമുക്ക് ലൈഫിൽ പിന്നീട് നമുക്ക് ഓർമ്മിക്കാമെന്ന് പറഞ്ഞത് ഇത്തരം നല്ല മധുര നിമിഷങ്ങൾ തന്നെ നമുക്ക് ലൈഫിൽ അവസാനത്തോട്ട് നമുക്ക് ഉണ്ടാവുള്ളൂ. വീട്ടിൽ നിന്നൊരു കേക്ക് കൂടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ അതും കൂടി കട്ട് ചെയ്ത ശേഷമാണ് കേട്ടോ ഫുഡ് കാര്യങ്ങളൊക്കെ കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ആദ്യം ഗസ്റ്റിന് ഫുഡ് കാര്യങ്ങളൊക്കെ കൊടുത്തു, അതിനുശേഷം ഞങ്ങളും കഴിച്ചു. അങ്ങനെ ഇന്നത്തെ ദിവസം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.